കാണാൻ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ വായിൽ നിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് വായിൽ നിന്ന് വരുന്നത്. ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. വിനയം എന്തെന്നോ നേരിട്ട് കാണണമെങ്കിൽ അവരെ ഒരു നോക്കി കണ്ടാൽ മതി. അത്രക്ക് തങ്കപ്പെട്ടവരാണവർ. സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഇതൊക്കെ ഒറ്റ മഴയത്ത് മാത്രം കിളുത്തതാണ്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ആ മഴയുടെ ഇത് കഴിയുമ്പോഴേക്കും സംഭവം തീരും. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ഒരു നഗരസഭയാണ് ഇത് എന്നുകൂടെ അവർ ഓർമ്മിപ്പിക്കുക. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം. ഒരുമാതിരി തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പക്ഷെ അത് ഇതൊരു വാക്ക് പറയാൻ തയ്യാറായില്ല. കാരണം മൂപ്പരുടെ സർക്കാർ കക്കുന്നതിന്റെ 1/3 ഇവിടെ കക്കുന്നുള്ളൂ. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നതുപോലെ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അതുകൊണ്ട് പിന്നെ മുഴുക്കള്ളന് കാൽക്കള്ളനെ കുറ്റം പറയാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഗവൺമെന്റ് ഇപ്പം ഇക്കാര്യത്തിൽ വായ തുറക്കാതെ. മൂപ്പര് തന്നെ സിൽവർ ലൈൻ ഉണ്ടാക്കാനുള്ള നോക്കുക. അതിൽ എത്ര കോടി അടിച്ചു മാറ്റാന്നാണ് മൂപ്പര് നോക്കുക. ചരിതം രചിച്ച നേതാ അഭിനന്ദനങ്ങൾ നേരാ, ചരിതം രചിച്ച നേതാ. നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ, അനുഭവിച്ചേ പറ്റൂ. മര്യാദയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ലെങ്കിൽ ഇറങ്ങി പോവുക, അല്ലെങ്കിൽ അടിച്ചിറക്കുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. എന്താ ഒരു എല്ലുടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാലെടുക്കേണ്ട ലക്ഷണം. 41 ദിവസം വ്രതം നോറ്റ് പൊങ്കാല ഇടുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പൊറോട്ടയും ചിക്കനും അടിച്ചു മാറ്റിയത് വല്ലാത്തൊരു എന്തൊരു തീറ്റ അതിന്. ഭയങ്കരന്മാരെ. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ, അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കണ. 5,70,800 രൂപയുടെ പൊറോട്ടയും ചിക്കനുമാണ് ഇവിടത്തെ ഭരണാധികാരികൾ തിന്നു തീർത്തതെന്നാണ് കണക്ക് പറഞ്ഞു. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. മുടിയുന്ന നാട്ടുകാരല്ലേ, ഞാനല്ലല്ലോ. ആറ്റുകാൽ പൊങ്കാലയെ പോലും നോൺ വെജിറ്റേറിയൻ പൊങ്കാലയാക്കിയ ഇന്ത്യയിലെ ഏക മേയർ എന്നുള്ള പദവി കൂടെ ആര്യ രാജേന്ദ്രന് കൈവന്നിരിക്കുക. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.